പ്രിയരെ നമസ്കാരം. ഞാൻ ജയകുമാർ അതിരപ്പള്ളി. ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കാരണം ഇന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ മുതിർന്ന +2 കഴിഞ്ഞ കുട്ടികൾക്കോ ഒന്നും, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഇവർക്കൊന്നും പാചകം അത്ര വശമില്ല. ഇത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക്, ഡിപ്പെൻഡൻസിയിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം അവർ പുറത്ത് താമസിക്കുമ്പോൾ, പുറത്ത് പോയി ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് അവർക്ക് ശരിയായ ഭക്ഷണം കിട്ടാതെ വരിക, രുചികരമായ ഭക്ഷണം കിട്ടാതെ വരിക, നല്ല ഭക്ഷണം കിട്ടാതെ വരിക, സുരക്ഷിത ആരോഗ്യ ഭക്ഷണം അവർക്ക് എവിടെയും കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതിന് നമ്മൾ വീടുകളിൽ തന്നെയാണ് ഇതിന് പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം നമ്മളുടെ കുട്ടികൾ എന്തൊക്കെ ചെയ്യണമെന്ന് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പെൺകുട്ടികളോടാണെങ്കിൽ നീ മുറ്റടിക്കൂ, ആൺകുട്ടികളോടാണെങ്കിൽ നീ പോയി പാല് വാങ്ങിക്കൊണ്ടുവരൂ എന്നൊക്കെയാണ് നമ്മളുടെ ധാരണ. അങ്ങനെയല്ല, നമുക്ക് എല്ലാം കുട്ടികളും, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, എല്ലാവരും നമ്മൾ ഈ പാചകം പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം എന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ഒരു സാമ്പാർ, കൊച്ചു സാമ്പാർ, പെട്ടെന്ന് ഇപ്പോൾ വൈകുന്നേരം നമുക്ക് തോന്നി ഒരു ചെറിയ സാമ്പാർ വെച്ച് കളയാം എന്ന് തോന്നിയാൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ അതിനാദ്യം ചെയ്യുന്നത്, ഒരു പിടി പരിപ്പ് നമ്മുടെ കുക്കറിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വേപ്പില, അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ആദ്യം തന്നെ അത് വേവിക്കുന്നു. അതാണ് ആദ്യത്തെ നടപടി. ഓക്കെ. അങ്ങനെ ആവശ്യത്തിന് വിസിൽ വന്ന് പരിപ്പ് വെന്ത് എന്ന് ഉറപ്പായ ശേഷം 5 മിനിറ്റ് അവിടെ നമ്മൾ വയ്ക്കുക. നമ്മളുടെ പരിപ്പ് വെന്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ കഷ്ണങ്ങൾ, കൊച്ചു കൊച്ചു കഷ്ണങ്ങളുണ്ട്. ഇതാ ഒരു അര മുരിങ്ങക്കായ, ഒരു തക്കാളി, പിന്നെ ഒരു പിടി കിട്ടാവുന്ന രീതിയിൽ മത്തങ്ങ, പിന്നെ അത്രയും തന്നെ ഒരു പിടി കിട്ടാവുന്ന രീതിയിൽ കുമ്പളങ്ങ, പിന്നെ ഒരു സവോള, ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ ചുവന്നുള്ളി കുറച്ച്. നല്ല ടേസ്റ്റൊക്കെ കിട്ടാനുണ്ട് ചുവന്നുള്ളി. അങ്ങനെ തന്നെ മുഴുവൻ തൊലി. പിന്നെ നമ്മുടെ അതിന് പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മല്ലിയില അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക പരുവത്തിൽ നമ്മുടെ വാളംപുളി അതിലിട്ടു. ഇനി എന്താ വേണ്ടത് നമുക്ക്? ഇനി അടുത്ത ചേരുവകളാണ്. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി. മുളക് പൊടിയേക്കാളും കുറവ് മതി മല്ലിപ്പൊടി നമ്മൾ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി, നല്ല സാമ്പാർ പൊടി കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ല സാമ്പാർ പൊടി കുറച്ച്, അതൊരു 1.5 ടീസ്പൂണോ ഒക്കെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞാൽ ഏതാണ്ടെല്ലാം. പിന്നെ അല്പം നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചിപ്പോൾ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ഇടാം. ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ കുക്കർ അടയ്ക്കുന്നു, വിസിൽ വയ്ക്കുന്നു, നമ്മൾ അടുപ്പത്തേക്ക് ഓക്കെ. നമ്മൾ അടപ്പത്ത് വെച്ചു. ഇനി അത് വിസിൽ വരട്ടെ. ഓക്കെ, അത് തുറന്നു. വേവൊക്കെ ശരിയാണ്. അല്പം ഉപ്പ് കുറവുണ്ട്, അത് നമ്മൾ കുറച്ചിട്ട് ഇടാവുന്നതാണ്. ഇനിതാ ചീനച്ചട്ടി വെച്ചു, കടുക് അതിലേക്ക് കുറച്ചിട്ടു, പിന്നെ കുറച്ചിട്ടു നേരത്തെ തീര് പൊട്ടട്ടെ. കടുക് പൊട്ടി തീരുമ്പോൾ കയ്യിൽ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഒഴിക്കുക. പരിപാടികൾ കഴിഞ്ഞ് അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അങ്ങനെ സാമ്പാർ റെഡി. ഓക്കെ, ഒന്ന് നമ്മൾ പരീക്ഷിച്ചോളൂ. മക്കളെല്ലാവരും പരീക്ഷിക്കൂ. ഓക്കെ.